നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായ് തൊഴിലാളികൾക്കായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. തികച്ചും പ്രവാസികളെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഈ നിയമം പ്രവാസികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്നതായിരിക്കും. തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. സാധാരണ കേസുകളിൽ കോടതികൾ പോലും പാസ്പോർട്ട് പിടിച്ചു വയ്ക്കാറില്ലെന്ന് ദുബായ് ലേബർ കോടതി തലവൻ ജമാൽ അൽ ജാബരി പറയുകയുണ്ടായി. തൊഴിലാളികളുടെ പാസ്പോർട്ട് സ്പോൺസർ പിടിച്ചു വയ്ക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിനാണ് ലേബർ കോടതി ന്യായാധിപൻ കൂടിയായ അൽ ജാബരി ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ കേസ് നടപടികൾക്കായി കോടതികൾ പാസ്പോർട്ട് തടഞ്ഞു വച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പാസ്പോർട്ട് ഉടമയ്ക്ക് എത്രയും വേഗം കൈമാറുന്നതിനായി നിയമം പരിഷ്കരിച്ചിട്ടുമുണ്ട്. കേസ് നടപടിയുടെ ഭാഗമായി ചിലപ്പോൾ വൈകാറുണ്ടെങ്കിലും പോലീസുമായി സഹകരിച്ച് പാസ്പോർട്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജമാൽ സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിലാളികളും തൊഴിലുടമയും തൊഴിൽ നിയമം അറിയില്ല എന്ന കാരണത്താൽ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. തൊഴിൽ തർക്ക കേസുകളിൽ ഇരുവിഭാഗവും തങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന ഭാവേനയാണ് കോടതിയെ സമീപിക്കുക തന്നെ. നിർമ്മാണ മേഖലയിലെ നിരവധി തൊഴിലാളികൾ നിരക്ഷരരാണെന്നും ഓർത്തുകൊള്ളുക. തൊഴിലെടുക്കുന്ന കമ്പനിയുടെ കാര്യാലയമോ എമിറേറ്റ് ഏതെന്ന് പോലുമോ അറിയാത്ത തൊഴിലാളികളും ഉണ്ടെന്നതും ഓർത്തുകൊള്ളുക. ലേബർ ക്യാമ്പ് കമ്പനിയുടെ തൊഴിൽ സ്ഥലം ഈ റൂട്ടിൽ മാത്രമാണ് അവരുടെ ദൈനംദിന യാത്ര. നിയമാവബോധമില്ലാത്തത് പലപ്പോഴും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ കാരണമായി മാറാറുണ്ട്. ആവശ്യമെങ്കിൽ തൊഴിലാളികൾക്ക് നിയമസഹായത്തിന് കോടതി സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നതായിരിക്കും. കോടതി മേധാവി എന്ന നിലയ്ക്ക് ഓഫീസിലെത്തുന്നവർക്ക് വ്യക്തിപരമായും നിയമസഹായം നൽകാറുണ്ട്. കേസുമായി മുന്നോട്ട് പോകാൻ സാമ്പത്തിക സഹായം നൽകുന്ന അഭിഭാഷക കാര്യാലയങ്ങളുമുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിൽ തർക്കമുണ്ടായാൽ ചെയ്യേണ്ടത് എന്തെന്ന് നോക്കാം. തൊഴിലാളികളും സ്പോൺസറും തമ്മിൽ തൊഴിൽ തർക്കമുണ്ടായാൽ തൊഴിൽ നിയമം 6-ാം അനുച്ഛേദ പ്രകാരം മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തെയാണ് സമീപിക്കേണ്ടത്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മന്ത്രാലയത്തിന് കീഴിൽ തവാഫക് സെന്ററുകളുമുണ്ട്. അപരിഹൃത തൊഴിൽ കേസുകൾ തീർപ്പാക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ഇവിടെ പരിഹരിക്കാനാവാത്ത കേസുകളാണ് ലേബർ കോടതികളിലേക്ക് കൈമാറുക തന്നെ. കോടതി ഉദ്യോഗസ്ഥന് മുമ്പിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർപ്പാക്കാനാണ് ശ്രമിക്കുക. കേസുകളുടെ ബാഹുല്യം കാരണമാണ് ചിലപ്പോൾ വൈകുന്നതും തന്നെ. അതോടൊപ്പം തന്നെ ദുബായ് ലേബർ കേസുകൾ പരിഹരിക്കാനായി 5 അലീത്ത് സെന്ററുകളുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 14 ദിവസത്തിനകം ആദ്യ സിറ്റിംഗ് ലഭിക്കും. 3 കൂടിക്കാഴ്ചയിലധികം കേസുകൾ നീണ്ടുപോകുന്നത് അപൂർവമാണ്. കക്ഷികളിൽ ആരെങ്കിലും രാജ്യത്തിന് പുറത്താകുമ്പോഴാണ് കേസ് കാലാവധി നീളുക. 2018 രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന കാര്യം അദ്ദേഹം എടുത്തുകാട്ടുകയുണ്ടായി. ഇത് കോടതിയുടെ നടപടി ദോഷമല്ല. മറ്റു ചില കേസുകളിൽ കക്ഷികൾ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലാണിത് സംഭവിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ അറിഞ്ഞുകൊള്ളുക, ഒരു ദിവസം മാത്രം 500 കേസുകൾ പരിഹരിച്ച ചരിത്രം ലേബർ കോടതിക്കുണ്ട്. 2019 14,000 കേസുകളാണ് സമാഹരിച്ചത്. ഒരു കമ്പനിക്കെതിരെ മാത്രം 10 കേസുകൾ തൊഴിലാളികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തുള്ള തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി നിർത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാലാണ് തൊഴിൽ കേസുകൾ അതിവേഗത്തിൽ പരിഹരിക്കുന്നതെന്ന് കോടതി തലവൻ വ്യക്തമാക്കി. അങ്ങനെ കമ്പനി പാപ്പരായാൽ പെടുന്നത് തൊഴിലാളികളും. തൊഴിലെടുക്കുന്ന കമ്പനി പാപ്പരാവുകയോ സ്പോൺസർ ഒളിച്ചോടുകയോ ചെയ്താൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരുടെ ബാങ്ക് ഗ്യാരണ്ടി തുക വഴിയാണ് വിതരണം ചെയ്യുക.